ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ മത്സരചിത്രം തെളിഞ്ഞു. പ്രചാരണ പ്രവർത്തനങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 99% എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രശസ്ത ഹിന്ദി സിനിമാ താരം ധർമ്മേന്ദ്ര മുംബൈയിൽ അന്തരിച്ചു. വിടവാങ്ങിയത് ബോളിവുഡിൽ 6 പതിറ്റാണ്ട് കാലം നിറഞ്ഞുനിന്ന ഇതിഹാസ താരം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. കേന്ദ്ര തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് ഈ മാസം 27-ന് മന്ത്രി വി ശിവൻകുട്ടി ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ചു. ഭക്തജനത്തിരക്കിൽ ശബരിമല സന്നിധാനം. ദർശനത്തിനുള്ള നാളത്തെ സ്പോട്ട് ബുക്കിംഗ് 5000-ആയി നിജപ്പെടുത്തി. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചതോടെ ഇനി പ്രചാരണത്തിലായിരിക്കും മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം മുതിർന്ന നേതാക്കളും കൂടുതൽ സജീവമാകും. ഇനിയുള്ള 2 ആഴ്ചക്കാലം സംസ്ഥാനം പ്രചാരണ ചൂടിലേക്ക് മാറും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് നിയമങ്ങളും മാതൃകാ പെരുമാറ്റച്ചട്ടവും പാലിച്ചു വേണം നടത്താനെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. സമാധാനപൂർണമായ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ തിരഞ്ഞെടുപ്പ് നീതിപൂർവവും നിഷ്പക്ഷവും സുതാര്യവുമായി നടത്തുന്നതിന് എല്ലാ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹരിതചട്ടം കർശനമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 450 കിലോ നിരോധിത ഫ്ലെക്സ് പിടിച്ചെടുത്തു. പ്രിന്റിംഗ് മെറ്റീരിയൽ ഹോൾസെയിൽ ഗോഡൌണുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഫ്ലെക്സ് പിടികൂടിയത്. ഫ്ലെക്സ് സൂക്ഷിച്ച സ്ഥാപന ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയും പിഴ ചുമത്തുന്നതിനായി പിടിച്ചെടുത്ത വസ്തുക്കൾ കോർപ്പറേഷന് കൈമാറുകയും ചെയ്തു. ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടുക്കി തൊടുപുഴ നഗരസഭയിൽ ഇത്തവണ അധ്യക്ഷസ്ഥാനം വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി 3 മുന്നണികളും ആദ്യ റൌണ്ട് പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിനാൽ തൊടുപുഴ നഗരസഭ കഴിഞ്ഞ കാലയളവിൽ നിരവധി സംഭവ വികാസങ്ങൾക്കാണ് സാക്ഷിയായത്. ഭരണം പാതി പിന്നിട്ടപ്പോൾ LDFന്റെ ചെയർമാൻ അഴിമതിക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. പിന്നീട് UDFനൊപ്പം പോയി. 3 പേരാണ് കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ ചെയർമാൻ സ്ഥാനത്തെത്തിയത്. ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമായ നഗരസഭയിൽ അധികാരത്തിലെത്താനുള്ള ശ്രമത്തിലാണ് 3 മുന്നണികളും. സ്ഥാനാർത്ഥി നിർണയം ആദ്യം തന്നെ പൂർത്തിയാക്കി LDF പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായതെങ്കിലും ഇത്തവണ അധികാരത്തിൽ എത്താനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. NDAയും ശക്തമായ പ്രചരണമാണ് നടത്തുന്നത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചതിനു ശേഷം 99%-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതുവരെ വിതരണം ചെയ്ത ഫോമുകളുടെ എണ്ണം 50 ലക്ഷം കവിഞ്ഞതായി കമ്മീഷൻ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഈ മാസം 4-നാണ് 2ാം ഘട്ട വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചത്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജസ്റ്റിസ് സൂര്യകാന്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ജസ്റ്റിസ് BR ഗവായിയുടെ പിൻഗാമിയായാണ് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റത്. 2027 ഫെബ്രുവരി 9 വരെയാണ് കാലാവധി. അനുച്ഛേദം 370 റദ്ദാക്കിയതുൾപ്പെടെയുള്ള നിരവധി നിർണായക വിധികൾ പ്രസ്താവിച്ച സുപ്രീംകോടതി ബെഞ്ചിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. സ്ത്രീകൾക്ക് അതിവേഗ സഹായം ഉറപ്പാക്കുന്നതിനായി ദേശീയ വനിതാ കമ്മീഷൻ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചു. 14490 എന്ന ടോൾ ഫ്രീ നമ്പർ ഇനി മുതൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കും. കമ്മീഷന്റെ നിലവിലുള്ള ഹെൽപ്പ് ലൈനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ നമ്പർ തിരികെ വിളിക്കാവുന്ന ഷോർട്ട് കോഡായും പ്രവർത്തിക്കും. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രബീഷിന് വധശിക്ഷ. പുന്നപ്ര സ്വദേശി അനിത ശശിധരനെ കൊലപ്പെടുത്തിയ കേസിൽ ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ഗർഭിണിയായ അനിതയെ പ്രതി പ്രബീഷ്
സുഹൃത്ത് രജനിയുടെ സഹായത്തോടെ 2021 കൊലപ്പെടുത്തിയതായി കണ്ടെത്തുകയായിരുന്നു. ഒഡീഷയിൽ ലഹരി കേസിൽ ജയിലിൽ കഴിയുന്ന രണ്ടാം പ്രതി രജനിക്കുള്ള ശിക്ഷ കോടതി പിന്നീട് പ്രസ്താവിക്കും. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ സഹകരണത്തോടെ ആകാശവാണി തിരുവനന്തപുരം നിലയം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഭരണഘടനാ ദിന ക്വിസ് മത്സരം സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ 10 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലാണ് മത്സരം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ചു. ഈ മാസം 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഓൺലൈനായാണ് യോഗം. കേന്ദ്ര ലേബർ സെക്രട്ടറി ഇന്ന് വിളിച്ചു ചേർത്ത സംസ്ഥാന ലേബർ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ നിലപാട് വ്യക്തമാക്കിയതായും ശ്രീ വി ശിവൻകുട്ടി അറിയിച്ചു. ബോളിവുഡിന്റെ ഇതിഹാസ താരം ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 300-ലേറെ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തെ 2012 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിലൂടെ ധർമ്മേന്ദ്ര ബോളിവുഡിൽ അറിയപ്പെട്ടിരുന്നത് ഹീമാൻ എന്നായിരുന്നു. 1960-ൽ ഇറങ്ങിയ ദിൽ ഭി തേരാ ഹം ഭി തേരാ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം. ഷോലെ, ധരംവീർ, ചുപ്കെ ചുപ്കെ, ഡ്രീം ഗേൾ തുടങ്ങിയ ചിത്രങ്ങളിലെ നായക വേഷങ്ങളിലൂടെ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച റെക്കോർഡും ധർമ്മേന്ദ്ര സ്വന്തമാക്കി. സിനിമയിൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്ന് 2004 മുതൽ 2009 വരെ BJPയുടെ ലോക്സഭാ അംഗമായിരുന്നു ധർമ്മേന്ദ്ര. ലോക്സഭ MPയും പ്രശസ്ത സിനിമാ നടിയുമായ ഹേമമാലിനിയാണ് ഭാര്യ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ധർമ്മേന്ദ്രയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ധർമ്മേന്ദ്രയുടെ വിയോഗം ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ നഷ്ടമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രദ്ധേയമായ പ്രകടനങ്ങളിലൂടെയും കലയോടുള്ള അചഞ്ചലമായ സമർപ്പണ ബോധത്തിലൂടെയും ധർമ്മേന്ദ്ര ഇന്ത്യൻ സിനിമയെ സമ്പന്നമാക്കിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. ധർമ്മേന്ദ്രയുടെ വിയോഗത്തിലൂടെ ഇന്ത്യൻ സിനിമയിൽ ഒരു യുഗം അവസാനിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ അത്യാധുനിക അന്തർവാഹിനി വേധ കപ്പലായ INS മാഹിയുടെ കമ്മീഷനിംഗ് മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്നു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് കപ്പലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഭക്തജന തിരക്കിൽ സന്നിധാനം. ഇന്ന് വൈകിട്ട് 5 മണിവരെ 82,105 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. തിരക്ക് പരിഗണിച്ച് നാളെ ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് എണ്ണം 5000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. തിരക്കൊഴിഞ്ഞ ഇന്നലത്തെ സ്ഥിതിയിൽ നിന്നും മാറി തീർത്ഥാടകരുടെ തിരക്കിലേക്കാണ് സന്നിധാനവും വലിയ നടപ്പന്തലും ഇന്ന് മാറിയിട്ടുള്ളത്. ഇടവിട്ട് പെയ്യുന്ന മഴയെപ്പോലും അവഗണിച്ചെത്തുന്ന ഭക്തജന തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഇന്ന്. രാവിലെ നട തുറന്നതു മുതൽ വൈകിട്ട് 5 വരെയുള്ള കണക്കുപ്രകാരം 82,105 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ 40,540 പേരും സ്പോട്ട് ബുക്കിംഗിലൂടെ 9,943 പേരും ദർശനം നടത്തി. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ മത്സരചിത്രം തെളിഞ്ഞു. പ്രചാരണ പ്രവർത്തനങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 99%-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രശസ്ത ഹിന്ദി സിനിമാ താരം ധർമ്മേന്ദ്ര മുംബൈയിൽ അന്തരിച്ചു. വിടവാങ്ങിയത് ബോളിവുഡിൽ 6 പതിറ്റാണ്ട് കാലം നിറഞ്ഞുനിന്ന ഇതിഹാസ താരം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. കേന്ദ്ര തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് ഈ മാസം 27-ന് മന്ത്രി വി ശിവൻകുട്ടി ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ചു. ഭക്തജന തിരക്കിൽ ശബരിമല സന്നിധാനം ദർശനത്തിനുള്ള നാളത്തെ സ്പോട്ട് ബുക്കിംഗ് 5000-ആയി നിജപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.